ധീരജ് രാജേന്ദ്രൻ്റെ കൊലയാളിയായ ആളെ അവിടെ മാലയിട്ട് സ്വീകരിച്ചില്ലേ? എന്താ സുധാകരൻ അന്ന് പരസ്യമായി പറഞ്ഞത്? ഇദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കൊടുക്കും എന്ന് മാത്രമല്ല, എരന്നു വാങ്ങിയ മരണമാണ് ധീരജിൻ്റേത് എന്നല്ലേ പറഞ്ഞ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ മകനായിരുന്നില്ലേ ധീരജ്? ഇവിടെ എന്താ പി ജയരാജനായാലും ഇ പി ജയരാജനായാലും ഞാനായാലും ജയിലിൽ പോയത്? ജയിലിൽ തടവുകാരെ സന്ദർശിക്കുക എന്നുള്ള ഏക കാര്യമാണ് ചെയ്തത്. അതിലെന്താ മഹാപരാധം? ഇതിനു മുമ്പും ജയിലിലെ തടവുകാരെ കണ്ടില്ലേ? പണ്ടാണെങ്കിൽ ജയിലിലെ തടവുകാരെ കാണാൻ കമ്മ്യൂണിസ്റ്റുകാരെ അനുവദിക്കൂല. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെയും കൊന്നിട്ട് കുഴിച്ചിട്ടത് ബന്ധുക്കളെ പോലും അറിയിക്കാതെയല്ലേ? എവിടെയാണ് ആ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരുടെ മൃതദേഹമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മൊയ്യാരത്തെ ശങ്കരനെ എവിടെയാണ് കുഴിച്ചിട്ടത്? കോൺഗ്രസ്സുകാരനായിരുന്നില്ല അദ്ദേഹം. കോൺഗ്രസിൻ്റെ ചരിത്രം അന്നത്തെ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞു കൊടുത്തിയ ആളായിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ ജയിലിൽ പോയി പ്രതികളെ കണ്ടതിലൊന്നും വലിയ തെറ്റ് ആർക്കും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ആദ്യമായി ചെയ്യുന്ന കാര്യമല്ല, മുമ്പും പോയിട്ടുണ്ട്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തതിന് തൂക്കിലേറ്റുന്നതിന് മുമ്പ് അപ്പൂവിനെയും ചിരുകണ്ഠനെയും കുഞ്ഞുമ്മ നായരെയും അബൂബക്കറേയും അവിടെ പോയി കണ്ടത് കൃഷ്ണപ്പുള്ളിയും പി സി ജോഷിയുമായിരുന്നു. അതുപോലെ കെ വി കുഞ്ഞിരാമൻ തികച്ചും നിരപരാധിയാണെന്ന് മാത്രമല്ല, കേസിൽ കോടതി ആദ്യം പറഞ്ഞു നിങ്ങൾ പോയിക്കോ വീട്ടിലേക്ക് എന്നാണ്. ഇവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള വിധി വന്നപ്പോൾ കോടതി പറയുന്നു നിങ്ങളുടെ പേരിലൊന്നുമില്ല, എന്താ ഉള്ളത്, നിങ്ങൾ ഈ കേസിൽ കൊലപാതകം നടന്നതിന് ശേഷം പ്രതികളെ കണ്ടിട്ടുണ്ട്. പ്രതികളെ കണ്ടതിൻ്റെ പേരിലല്ലേ ഇവരെ പേരിൽ ഇപ്പോൾ ശിക്ഷ വന്നത്. കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞപ്പോൾ കോടതി തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോന്ന്. യഥാർത്ഥത്തിൽ കുറ്റക്കാരായ ഗൗരവമായ കുറ്റം ചെയ്തവരാണെങ്കിൽ അന്ന് വീട്ടിൽ പോകാൻ വിടുവോ? മാത്രമല്ല 24 പ്രതികളിൽ 14 ആളെ പേരിലും എടുത്തത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. പ്രതികളെ കാണാൻ പോയി എന്നത് മാത്രമാണ് ഇ പി ജയരാജനായാലും പി ജയരാജനായാലും ഞാനായാലും ചെയ്തത്. അത് അന്തിമ തീരുമാനമായിട്ടില്ല. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരായിരുന്നു മൊകേരിയിലെ പ്രദീപനടക്കമുള്ളവർ. ആ പ്രദീപനെ മേലെയുള്ള കോടതി പറഞ്ഞു തൂക്കിക്കൊല്ലേണ്ട കാര്യമേ ഇല്ല. എൻ്റെ ശിക്ഷ എന്തായിരുന്നു എന്നറിയില്ലേ? എന്നെ ജയിലിലേക്ക് അയച്ചിട്ടില്ലേ? എൻ്റെ ശിക്ഷ അന്ന് വിധിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അന്തപ്പെട്ടു പോയി. എനക്കും കുറച്ച് നിയമപരിജ്ഞാനം ഉണ്ടല്ലോ. അന്നത്തെ വിധിപ്പകർപ്പിൽ കോടതി ഒപ്പിട്ട ആ വിധിന്യായത്തിൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതെന്ന് റീഷാളാണ്. കഠിന തടവ് എന്ന് ഒരിക്കലും നിയമത്തിൽ കോടതിയലക്ഷ്യ കേസിൻ്റെ ശിക്ഷയിലില്ല. സിമ്പിൾ ഇംപ്രസ്മെൻ്റ് എന്നാണ്. അത് കഠിന തടവെന്ന് വിധിന്യായം എഴുതിയ ജഡ്ജിമാർ നാട്ടിലില്ലേ. അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ജഡ്ജിമെൻ്റ് എല്ലാം അന്തിമമാണെന്ന് പറയാൻ കഴിയില്ല. ഇതേ ജഡ്ജിയല്ലേ 2 ദിവസം മുമ്പ് അതേ കുഞ്ഞിരാമനോട് പറഞ്ഞ വീട്ടിൽ പോയിക്കോന്ന്. അപ്പോൾ നമ്മൾ പ്രതികളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഒരു കോടതിയിൽ നിന്നാണ് ശിക്ഷ വന്നത്. അതിന്മേൽ അപ്പീലുകൾ അവകാശമുണ്ട്. അന്തിമ കോടതിയിൽ നിന്ന് ചിലപ്പോൾ ശിക്ഷ കൺഫേം ചെയ്തെന്നും വരാം. ചിലപ്പോൾ അന്തിമ കോടതിയിൽ പോയാൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്നും വരാം. എന്നാൽ അന്തിമ കോടതിയിൽ പോയാൽ ഇവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കാനും സാധ്യതയുണ്ട്. രണ്ടുമുണ്ട് സാധ്യത. അതുകൊണ്ട് കേസിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ പോയി സന്ദർശിച്ചുകൂടാ എന്നത് പറയാൻ പറ്റില്ല. അങ്ങനെ സന്ദർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ സെഷൻസ് ജഡ്ജി നാളെ തടവുകാരെ കാണാൻ പോകാൻ പാടില്ല. സെഷൻസ് ജഡ്ജി പോകാറുണ്ട്. ഇന്ന് നിലവിലുള്ള ഉപദേശക സമിതിയുടെ ചെയർമാനാണ് സെഷൻസ് ജഡ്ജി. അവർ പോകുന്നത് തെറ്റാണെന്ന് പറയാനേ കഴിയില്ല. തടവുകാരുടെ ക്ഷേമം അത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നേതാക്കൾ പോകുക വഴി ചെയ്യുന്നത് തടവുകാർക്ക് അവിടെ ഉള്ള സൗകര്യങ്ങൾ ജയിൽ അധികൃതർ ഒരുക്കുന്നുണ്ടോ, ഇവരവിടെ എത്തിയപ്പോൾ ജയിലിൽ നിന്ന് പ്രാകൃതമായ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കൽ മാത്രമാണ്. കുടുംബാംഗങ്ങളും അത് മാത്രമാണ്. ഇപ്പം ജയിലിൽ പ്രാകൃത നടപടികളൊന്നുമില്ല, നല്ല ഭക്ഷണവുമാണ്. അതുകൊണ്ട് ജയിലിൽ പോയവരെ സന്ദർശിക്കുന്നതിൽ ജയിലെന്ന് പറയുന്നതിൻ്റെ പേരെന്താ ഇപ്പോൾ?